ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് നന്ദു. അപ്പോൾ ഞാൻ കുറേ ദിവസം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഇന്ന് ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ നാട്ടിലേക്ക് പോവാണ് ഈ മാസം. അപ്പോൾ കുറച്ച് ഓർഡേഴ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആമസോൺ വഴി. അപ്പോൾ ഒരു ഷൂ ഞാൻ ഓർഡർ ചെയ്തു. അതിപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാനത് റിട്ടേൺ അടിക്കാൻ പോകണം. അപ്പോൾ നിങ്ങളെ ഞാനത് കാണിക്കാൻ പോവാം എങ്ങനെയാണ് ഇവിടെ DHLൻ്റെ ബോക്സ് വഴിയാണ് ഞാനത് റിട്ടേൺ അടിക്കാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെ റിട്ടേൺ അടിക്കുന്നു, അങ്ങോട്ടേക്ക് പോകുന്ന വഴി എങ്ങനെയാണ്, അതൊക്കെയാണ് ജസ്റ്റ് അണിയാൻ വേണം. ഇന്നിപ്പോൾ ഒരു നല്ല സണ്ണി ഡേ ആണ്, നല്ല രസമുണ്ട്. ഇന്നിവിടെ കണ്ടില്ലേ, പൂക്കളൊക്കെ വിരിഞ്ഞ് അടിപൊളിയായി നിൽക്കുകയാണ്. ഇന്നലെ നല്ല തണുപ്പായിരുന്നു. ചില ദിവസം നല്ല തണുപ്പായിരിക്കും, ചില ദിവസം നല്ല ചൂടായിരിക്കും. ഒരു വൃത്തികെട്ട ക്ലൈമറ്റാണ് ഇവിടുത്തെ. ഞാനിപ്പോൾ സൈക്കിളാണ് പോകുന്നത്. സൈക്കിളിനാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് പോകുന്ന വഴി കാണാം. ഇപ്പോൾ എന്നത്തെ പോലെയും ഇവിടുത്തെ റെയിൽവേ ക്രോസ് നമ്മളെ കാണുമ്പോൾ വഴി അടച്ചിടും. അത് തന്നെ പിന്നെ സംഭവിച്ചിരിക്കുന്നു. കാറ് കൊണ്ടുപോകുന്ന ട്രെയിനാണ്ടോ. ഇതുപോലെ ഇഷ്ടംപോലെ കാറുകൾ ഇതുപോലെ പോവും. നമുക്ക് ജർമ്മൻ ബ്രാൻഡുകൾ, ഇത് സ്കോഡയാണെന്ന് തോന്നുന്നു. ഔഡി BMW എല്ലാ കാറുകളും ഇതിലെ പോയി എന്ന് പറഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് താഴ്ത്ത് വീണിരുന്നെങ്കിൽ ഒന്ന് ആഗ്രഹിച്ചു പോകുന്നു. സ്കോഡ അല്ല കേട്ടോ, ഇത് വേറെ ഏതോ ബ്രാൻഡാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കുക. എത്ര കാറ്, ഒരു 500 കാറുണ്ട് തോന്നുന്നുണ്ട് ഈ ട്രെയിനിൽ. ഒരു കാറ് താഴത്ത് വീണിരുന്നെങ്കിൽ. ട്രെയിൻ സ്ലോ ആയിട്ടാ. ഇതിന്നൊക്കെ ആരെങ്കിലും കാറൊന്നും കട്ടുകൊണ്ട് പോകില്ലെന്നോ. ഈ ഒരു കാറിന് എത്ര രൂപ ഉണ്ടാവും? ഒരു 50 ലക്ഷം രൂപയൊക്കെ ഉണ്ടാവുമല്ലേ? ഏത് ബ്രാൻഡാണോ ആർക്കറിയാം. ട്രെയിനപ്പം മൊത്തത്തിൽ നിന്നിട്ട സ്റ്റോപ്പായി. കാണിച്ചു തരാം. ഇതാണിപ്പോൾ അവസ്ഥ. ഇതിപ്പോൾ റോഡ് ബ്ലോക്കാക്കി നിർത്തിയിരിക്കുന്നു. വരിക ഫ്രണ്ടിൽ വേറെ ഏതോ ട്രെയിൻ വരുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പിടിച്ചിട്ടേക്കുന്നത്. അപ്പോൾ ട്രെയിൻ പോയി, നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പം ഞാൻ പാക്കിംഗ് സ്റ്റേഷനിൽ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മളത് റിട്ടേൺ അടിക്കുന്നതെന്ന്. അപ്പം നമ്മളതേ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതെന്നാൽ ഞാൻ നിങ്ങൾക്ക് പാക്കറ്റ് കാണിച്ചത്. ഇതാണ് ഞാൻ മേടിച്ച ബോക്സ്. എനിക്ക് കിട്ടിയ ബോക്സ് ഇതാണ്. ഒരു ഷൂ ആണ് ഇതിനുള്ളിൽ. അപ്പോൾ ഇത് ഇത്തിരി വെയിറ്റ് കൂടുതലായി പോയി. ഞാൻ ഉദ്ദേശിച്ച അത്ര ലൈറ്റ് വെയിറ്റ് അല്ല. ഇത് എനിക്ക് റിട്ടേൺ അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ബോക്സ് അതുപോലെ തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ബോക്സ് മാക്സിമം അതുപോലെ തന്നെ പാക്ക് ചെയ്ത് വിടാൻ ശ്രമിക്കണം എപ്പോഴും. വലിയ ഡാമേജൊന്നും ഒന്നുമില്ലാണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പാക്ക് സ്റ്റേഷൻ. ഇതിനകത്തിന് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. ഇതിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ആമസോണിൻ്റെ ആപ്പിൽ നമ്മൾ റിട്ടേണൊക്കെ അടിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ബാർകോഡ് കിട്ടും. ഇത് ആയിട്ട് ഇവിടെ വരണം. ബിൽഡർഷും ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക സ്ക്രീനിൽ നിന്നിട്ട്. അപ്പോൾ ഇതിൽ ഫെർ സെൻഡ് വൻസി പാക്കറ്റ് റീറൂട്ട് ഫെർ സെൻഡ് ഔസ്ട്രൂക്കൻവെസ്റ്റൻ സെൻറ്റും അപ്പോൾ നെക്സ്റ്റ്. എനിക്കിത് ഇവിടെ നിന്ന് അയക്കാനാണ്. അപ്പോൾ നമ്മൾ ഫെർ സെൻഡ് ഞെക്കാം. എന്നിട്ട് നമ്മൾ ഈ QR കോഡ് ഇവിടെ സ്കാൻ ചെയ്യാൻ കൊടുക്കും. ഇവിടെ റെഡ് ലൈറ്റ് ഉണ്ടോ? സ്കാനായി. അപ്പോൾ ഇത് എങ്ങോട്ടേക്കാണ് അയക്കേണ്ടതെന്നുള്ള അഡ്രസ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. DHL റീറൂട്ട് നമ്മൾ മേടിച്ച സാറിൻ്റെ അഡ്രസ്സ്. അപ്പോൾ നമ്മളത് ബെസ്റ്റേറ്റിക്കും ചെയ്യുക, കൺഫേം ചെയ്യുക. ബെസ്റ്റേറ്റിക്കും ചെയ്യുക. നമുക്കിവിടെ ബെസ്റ്റേറ്റിക്കും ഞെക്കാം.
അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഒരു ഇതിൽ ഏതെങ്കിലും ഒരു ഇതിപ്പോൾ തുറയും, അപ്പോൾ നമ്മളതിൽ വെച്ചാൽ മതി എന്നവർ പറയുന്നത്. അവരത് എടുത്തിട്ട് പോവും. നമ്മളിവിടെ സൈസ് സെലക്ട് ചെയ്യണം. ഇതിൻ്റെ സൈസ്, ഈ പെട്ടിയുടെ സൈസ് എത്ര വരുമെന്ന് എനിക്കൊരു പിടിയില്ല. ഇതിലിവിടെ ഓപ്ഷനുള്ളത് എസ്, അതിന് ഷൂ കാർട്ടോണാണ്. അപ്പോൾ നമ്മൾ എം സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ ബാക്കിലാണ് തോന്നുന്നത്, ഞാൻ കണ്ടില്ല. ഞാൻ ഒന്നുകൂടി എം സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് ഇവിടെ ഒരെണ്ണം തുറന്നു. നമ്മൾ ഈ ബോക്സ് എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കാം. എന്നിട്ടത് അടക്കാം. സെൻഡിങ് അയൻകിലൈറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഇട്ടെന്നുള്ള ആണോയെന്ന് ചോദിക്കണം. അപ്പോൾ നമ്മൾ യെസ് അയൻകിലൈറ്റ് കൊടുക്കുക. ഇനി നമുക്ക് വേറെ ഒന്നും അപ്പം 9. ഇവിടുത്തെ പാക്ക് സ്റ്റേഷനിൽ ഞാൻ രജിസ്റ്റേർഡ് ഒന്നുമല്ല. അപ്പോൾ 9 ഞെക്കുക. ബലേക്ക് വേണമെന്ന് പറയാണ്ട് അപ്പോൾ പെർ മെയിൽ കൊടുക്കുക, മെയിൽ ID കൊടുക്കുക. gmail.com വൈറ്റർ കൊടുക്കാം, ബെസ്റ്റ് ടീം കൊടുക്കാം. അപ്പോൾ അതവർ ഇമെയിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇമെയിൽ നോക്കാൻ പോകും. അതേ പറഞ്ഞ പോലെ ഇമെയിലിൽ വന്നിട്ടുണ്ട് സംഭവം. അപ്പം അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അപ്പോൾ അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതുപോലെ എന്തെങ്കിലും റിട്ടേൺ അടിക്കുകയാണെങ്കിൽ DHL പാക്കറ്റിൽ ഇങ്ങനെയാണ് വന്നിട്ട് ചെയ്യേണ്ടത്. ചില സമയത്ത് ചില പാക്കറ്റ് സ്റ്റേഷനിൽ ഇവരുടെ ആപ്പ് വെച്ചിട്ടും മാത്രമേ വർക്കാവുള്ളൂ. അപ്പോൾ നമ്മളത് നോക്കണം, വായിച്ച് നോക്കണം റിട്ടേൺ അടിക്കുമ്പോൾ അവരുടെ കണ്ടീഷൻസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ വീട്ടിലേക്ക് പോവാണ്. വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണുന്നവരെല്ലാവരും ചീസ്.